എടാ ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. രാവിലെ 7 മണിക്ക് അമ്പലത്തിൽ എത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 10-11 മണിയാകുമ്പോൾ തന്നെ തൊഴുതിറങ്ങാൻ സാധിക്കുന്നതാണ്. അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അന്നദാനത്തിലേക്ക് ഒരു വലിയ ക്യൂ തന്നെയുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നല്ല നല്ല പലഹാരങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. കാർത്തിക ഓഡിറ്റോറിയത്തിലും അംബ ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. നല്ല രുചിയുള്ള സദ്യ തന്നെയാണ് കേട്ടോ. പായസം ഉൾപ്പെടെ വെച്ച് നിങ്ങൾക്ക് സദ്യ കഴിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്റ്റേജിൽ ഒരുപാട് പരിപാടികളുണ്ടാവും. അതെല്ലാം ആസ്വദിച്ചതിന് ശേഷം ചായ കുടിക്കാനൊക്കെ ഒരുപാട് കൗണ്ടർ അവൈലബിൾ ആണ് കേട്ടോ. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ സാധിക്കും കേട്ടോ. അമ്പലത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു നാരങ്ങ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് ഈ നാരങ്ങ വിളക്ക് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുപാടും എല്ലാം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് നടക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് അറിയില്ല. ഇവിടെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ സാധിക്കും. ഇനി കുട്ടികളുമൊത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ ഒരു കിടിലം പെറ്റ് ഷോയും നടക്കുന്നുണ്ട്. 40 രൂപയാണ് പെറ്റ് ഷോയ്ക്ക് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതിനുശേഷം ഈ ഒരു കോളിഫ്ലവർ ബജിയൊക്കെ കഴിച്ച് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കും. ഇതുപോലുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും.